ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ തോട്ടത്തിലാണ് വന്നിരിക്കുന്നത്. ഹിമാചലിലെ ആപ്പിൾ തോട്ടങ്ങളിൽ ആപ്പിൾ വിളഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇനി വിളവെടുപ്പ് കാലമാണ്. ഹിമാചൽ പ്രദേശിലെ ഷിംലയ്ക്കടുത്തുള്ള ഗ്രാമത്തിലെ ആപ്പിൾ തോട്ടത്തിലാണ് ഞാൻ. ഇവിടെ 2 തരം ആപ്പിൾ ആണ് കൃഷി ചെയ്യുന്നത്. വലിയ ആപ്പിൾ മരങ്ങളും ചെറിയ ആപ്പിൾ മരങ്ങളും ഇവിടെ കാണാം. ഒരാൾ പൊക്കത്തിലുള്ള വെറൈറ്റി ആപ്പിൾ മരങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹിമാചലിലെ പ്രധാന കൃഷി ആപ്പിൾ തന്നെയാണ്. ഇവിടെ നിന്നുമാണ് നമ്മുടെ നാട്ടിൽ വരെ ആപ്പിൾ എത്തുന്നത്. ഹിമാചലിലും ഉത്തരാഖണ്ഡിലും കശ്മീരിലും മാത്രമാണ് നിലവിൽ ആപ്പിൾ കൃഷി ചെയ്യുന്നത്. ഹിമാചലിൽ കിനോർ എന്ന പ്രദേശത്ത് ഉണ്ടാകുന്ന ഈ ആപ്പിളുകൾ ഷുഗർ ഫ്രീ കൂടിയാണ്. ഇവിടെ ആപ്പിൾ മരത്തിൽ നിന്നും ആപ്പിൾ പറിക്കുന്നതും പാക്ക് ചെയ്യുന്നതും മാർക്കറ്റിൽ എത്തിക്കുന്നതും വരെയുള്ള പ്രോസസ്സിംഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണാം. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസത്തിലാണ് ഹിമാചലിൽ ആപ്പിൾ വിളവെടുപ്പ് നടത്തുന്നത്. ആപ്പിൾ പറിക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ തയ്യാറെടുക്കുകയാണ്. പ്ലാസ്റ്റിക് ട്രേകളിൽ മരത്തിൽ നിന്നും കൈകൊണ്ട് പറിച്ച് നിറയ്ക്കുകയാണ് ചെയ്യുക. നിലത്തു വീഴാതെ വേണം മരത്തിൽ നിന്നും ആപ്പിൾ പറിക്കാൻ. ചെറിയ മരത്തിൽ നിന്നും നമുക്ക് നിന്നുകൊണ്ട് തന്നെ ആപ്പിൾ പറിക്കാൻ സാധിക്കും. എന്നാൽ വലിയ മരങ്ങളാണെങ്കിൽ അവയിൽ കയറി വേണം ആപ്പിൾ പറിക്കാൻ. വിട്ടുവിട്ടാണ് ആപ്പിൾ മരങ്ങൾ നിൽക്കുന്നത്. കുത്തനെയുള്ള കുന്നുകളിലാണ് ഈ ആപ്പിൾ മരങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുന്നുകൾ ഇറങ്ങിയും കയറിയും ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മളെ പോലുള്ളവരാണെങ്കിൽ നന്നായി ക്ഷീണിക്കും. ആപ്പിൾ പറിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങുകയാണ് തൊഴിലാളികൾ. ആദ്യ വിളവെടുപ്പ് ആയതിനാൽ മരത്തിലെ എല്ലാ ആപ്പിൾ പഴങ്ങളും വിളഞ്ഞിട്ടില്ല. ചിലതൊക്കെ പച്ച കളറാണ്. നല്ലപോലെ ചുമന്ന നിറം വന്ന ആപ്പിൾ മാത്രമേ ഇപ്പോൾ പറിക്കുന്നുള്ളൂ. പച്ച ആപ്പിൾ പറിക്കരുത് എന്ന് തോട്ടത്തിലെ ചേട്ടൻ മുൻകൂട്ടി ഞങ്ങളോട് പറയുകയും ചെയ്തു. 10 മുതൽ 20 വർഷം വരെ പഴക്കമുള്ള ആപ്പിൾ മരങ്ങളാണ് ഇവിടെയുള്ളത്. ചുറ്റും ആപ്പിൾ മരങ്ങൾ, മരത്തിൽ നിറയെ ചുമന്നു പഴുത്ത ആപ്പിളുകളും. നല്ല രസമാണ് കാണാൻ. തൊഴിലാളികൾ ആപ്പിൾ പറിക്കാൻ തുടങ്ങുകയാണ്. പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ഇവിടെ ആപ്പിൾ പറിക്കാൻ വന്നിട്ടുണ്ട്. കുറച്ചുപേർ മാത്രമാണ് ആപ്പിൾ പറിക്കുന്നത്. ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ കഴുത്തിൽ കൂടെ ഇട്ട് അവയിൽ ആപ്പിൾ പറിച്ച് നിറയ്ക്കും. താഴെ നിൽക്കുന്ന മറ്റു തൊഴിലാളികൾ കവറിൽ പറിച്ച ആപ്പിൾ ട്രേയിൽ കൃത്യമായി അടുക്കി അവ ഗോഡൌണിലേക്ക് കൊണ്ടുപോവുകയാണ്. മഴ പെയ്യാൻ സാധ്യത ഉള്ളതിനാലാണ് പറിച്ച് കുട്ടയിൽ നിറച്ച ഉടൻ തന്നെ മുകളിലുള്ള ഗോഡൌണിലേക്ക് കൊണ്ടുപോകുന്നത്. ഹിമാചൽ പ്രദേശിൽ ആപ്പിൾ കൃഷി ഒരു നിസ്സാര സംഭവമല്ല. സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ മുഖ്യ പങ്ക് ആപ്പിൾ കൃഷിയിൽ നിന്നുമാണ്. ഹിമാചൽ പ്രദേശിലെ ടോട്ടൽ കൃഷിസ്ഥലത്തിന്റെ 50% ആപ്പിൾ കൃഷിയാണ് ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിൽ എവിടെ നോക്കിയാലും ആപ്പിൾ മരങ്ങൾ കാണാൻ കഴിയും. എല്ലാ വീടുകളോട് ചേർന്നും ആപ്പിൾ മരങ്ങൾ കാണും. നമ്മുടെ നാട്ടിലെ ചക്കയും മാങ്ങയും പോലെയാണ് ഇവിടെ ആപ്പിൾ. ഷിംലയിൽ നിന്നുമാണ് ഹിമാചലിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ കയറ്റുമതി ചെയ്യുന്നത്. കുളു, മാൻഡി, കിനോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻതോതിൽ ആപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട്. കിനോർ ആപ്പിളിനാണ് ഡിമാൻഡ് കൂടുതൽ. ഏറ്റവും നല്ല ആപ്പിൾ കിനോർ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് കൃഷി ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആപ്പിളാണ് കിനോറിൽ നിന്നും കൃഷി ചെയ്യുന്ന ഷുഗർ ഫ്രീ ആപ്പിളുകൾ. ആപ്പിൾ പറിക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. മരത്തിന്റെ ഏറ്റവും മുകളിലായിരിക്കും ചിലപ്പോൾ ആപ്പിൾ ഉണ്ടാകുക. ചെറിയ മരത്തിൽ കയറി പറിക്കുമ്പോൾ മരം ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ചു വേണം ആപ്പിൾ പറിക്കാൻ. അധികം ഭാരമില്ലാത്ത ആളുകളാണ് മരത്തിൽ കയറാറ്. ബാക്കിയുള്ളവർ താഴെ നിന്നാണ് ജോലി ചെയ്യുന്നത്. മരത്തിൽ കയറി ആപ്പിൾ താഴെ വീഴാതെ പറിക്കുന്നതിന് ഒരു പ്രത്യേക സ്കിൽ തന്നെ വേണം. ആപ്പിളുകൾ പറിച്ച് കുട്ടയിൽ നിറച്ചു കഴിഞ്ഞു. ഇനി ഗോഡൌണിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു പ്രത്യേക രീതിയിൽ തുണി കൊണ്ട് ട്രേയിൽ കുരുക്കിട്ട് തലയിൽ താങ്ങിയാണ് ഇവർ ആപ്പിൾ കൊണ്ടുപോകുന്നത്. സ്ത്രീകളും ഈ ജോലികൾ എല്ലാം ചെയ്യുന്നുണ്ട്.
കുന്നുകളാൽ നിറഞ്ഞ പ്രദേശമായതിനാൽ ഇവിടെയുള്ളവർക്ക് ചുമടെടുത്ത് കുന്നു കയറുന്നത് അത്രയ്ക്കും പ്രയാസമുള്ള കാര്യമല്ലെന്ന് തോന്നുന്നു. വളരെ നിസ്സാരമായാണ് ഇവർ കുന്നുകൾ കയറുന്നത്. ആപ്പിൾ ഗോഡൌണിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി ആപ്പിൾ ഗ്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ഗ്രേഡിംഗ് ചെയ്യാൻ പ്രത്യേക മെഷീൻ ഉണ്ട്. മെഷീന്റെ സഹായത്തിനാലാണ് ആപ്പിൾ ഗ്രേഡിംഗ് നടത്തുന്നത്. പണ്ടൊക്കെ സ്ത്രീകൾ കുറെ പേർ ഇരുന്നാണ് ആപ്പിൾ ഗുണനിലവാരം നോക്കി തരംതിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജോലിക്ക് ആളും കുറവാണ്. അതിനാൽ തന്നെ മെഷീൻ സഹായത്തോടെയാണ് ഗ്രേഡിംഗ് അനായാസം ചെയ്യുന്നത്. മെഷീൻ വഴി ചെയ്യുമ്പോൾ സമയലാഭവും ലഭിക്കുന്നു എന്നതാണ് ഇവർ പറയുന്നത്. മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. മെഷീനിൽ ചെറിയ റൗണ്ട് ബ്രഷുകളുണ്ട്. അവ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിന്റെ മുകളിൽ കൂടെയാണ് ആപ്പിൾ പോകുന്നത്. പുറകിൽ വരുന്ന ആപ്പിൾ മുന്നിലുള്ളവയെ തള്ളിക്കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പോലെ വൃത്തിയാവുകയും പൊടിപടലങ്ങളെല്ലാം മാറി നല്ല ഷൈനിങ്ങിൽ ആപ്പിൾ മറ്റൊരു സെക്ഷനിലേക്ക് പോവുകയും ചെയ്യുന്നു. ആപ്പിളിന്റെ വലുപ്പത്തിനനുസരിച്ച് തരംതിരിക്കലാണ് ഇതിന്റെ ധർമ്മം. ഓരോ വലുപ്പത്തിലുള്ളവയും വേറെ വേറെ പെട്ടികളിലേക്ക് വീഴുകയും ചെയ്യും. ഗ്രേഡിംഗ് കഴിഞ്ഞാൽ വലിപ്പത്തിനനുസരിച്ച് ആപ്പിളുകൾ മാറ്റിവെക്കും. ഇനി ഇത് പാക്ക് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് ബാക്കി. വലിപ്പത്തിനനുസരിച്ച് ആപ്പിൾ കൂട്ടി ഇട്ടിരിക്കുന്നത് കാണാം. ഇനി ആപ്പിൾ എങ്ങനെയാണ് പാക്കിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. ആപ്പിൾ കാർഡ്ബോർഡ് പെട്ടികളിലാണ് നിറയ്ക്കുന്നത്. ഓരോ നിര ആപ്പിൾ നിറച്ചാൽ അവയുടെ മുകളിൽ വീണ്ടും കാർഡ്ബോർഡ് ഷീറ്റ് ഇടും. എന്നിട്ട് വീണ്ടും ആപ്പിൾ ഒരു നിരയിൽ നിരത്തും. വീണ്ടും കാർഡ്ബോർഡ് വെക്കും. അങ്ങനെ സെപ്പറേറ്റ് അറകളിലാണ് ആപ്പിൾ നിറയ്ക്കുന്നത്. ഓരോ നിലവാരമുള്ള ആപ്പിളുകൾ വിവിധ ഇനം കളർ പെട്ടികളിലാണ് നിറയ്ക്കുന്നത്. പാക്കിംഗ് കഴിഞ്ഞാൽ നല്ല ടൈറ്റിൽ ടാപ്പിംഗ് ചെയ്ത് അടുക്കി വെക്കും. അത് പിന്നീട് മാർക്കറ്റുകളിലേക്ക് എത്തിക്കും.